നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ഒരു വ്യക്തി മൂലം വളരെ ആഴത്തിലുള്ള ഒരു മാനസിക വേദന ഉണ്ടായതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മോശമായ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ ദുഃഖമല്ല, മറിച്ച് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ, പ്രതീക്ഷകൾ തകർന്നതിൻ്റെ ഒരു വലിയ വേദനയാണ്. ഇവിടെ ഇത്തരമൊരു സാഹചര്യം നിങ്ങൾക്ക് വളരെ വലിയൊരു വേദനയുണ്ടാക്കിയെങ്കിലും അതിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതായത് ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തോ പങ്കാളിയോ നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്ന പ്രിയപ്പെട്ട ആരുമാവാം. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കാണുന്നത് എപ്പോഴും മറ്റുള്ളവരെ നിയന്ത്രിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആളായിരുന്നു അവർ എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നതാണ് ശരി, അവർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്ന ഒരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി സ്നേഹമായാലും കരുതലായാലും ഒന്നും പുറമേ പ്രകടിപ്പിക്കാത്ത ഒരു ആളാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെക്കാൾ കൂടുതൽ അവർ അവരുടെ ശരികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ആ ഒരു വ്യക്തി മൂലം നിങ്ങൾക്കുണ്ടായ വേദനയെക്കുറിച്ച് ചിന്തിക്കാനോ പശ്ചാത്തപിക്കാനോ അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നുള്ള ഒരു നിലപാടിലാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു സാഹചര്യം ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു വേദനയെ നിങ്ങൾ അംഗീകരിക്കുക. സമയം മുന്നോട്ട് പോകും തോറും ഈ ഒരു വേദന നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നതാണ്. ഈ ഒരു അനുഭവം കൊണ്ട് ഭാവിയിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു വേദനയെ മറക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഉറക്കം പോലും ഇല്ലാതെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് വലിയൊരു മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ് പലരും ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതായത് എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാഹചര്യം അത് താൽക്കാലികമായിട്ട് ഉള്ളതാണെന്നാണ്. അതിനാൽ തന്നെ മനസ്സിനെ ശാന്തമാക്കുക. പതിയെ പതിയെ ആ ഒരു വേദനയിൽ നിന്നും പുറത്ത് വരാനായിട്ട് ശ്രമിക്കുക. സമയം മുന്നോട്ട് പോകുന്തോറും ആ വേദന നിങ്ങളെ വിട്ട് പോവുകയും അതിൽ നിന്നും ശക്തരാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ അനുഭവിച്ച വേദന വെറുതെ ആവില്ല, നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കർമ്മ ലഭിക്കും. നിങ്ങൾ എത്രയും സത്യസന്ധമായിരുന്നോ അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സത്യം പുറത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മോശം സമയത്തിന് ശേഷം നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യത്തിനിടയിലും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ട്
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും തളർന്നു പോവാതെ എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അത് നിങ്ങളെ വീണ്ടും കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അതിനാൽ തന്നെ പ്രധാനപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന് എത്ര വലിയ മുറിവേറ്റാലും അതിനെ ഇല്ലാതാക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്. അതായത് എല്ലാത്തിനെയും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന്. ആ ഒരു ശക്തി കൊണ്ട് ഈ വേദനയെ പതിയെ പതിയെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമായിട്ട് ക്ഷമയോടെ ആ ഒരു വേദനയെ വിട്ടുകളയാനായിട്ട് ശ്രമിച്ചാൽ ഈ ഒരു സാഹചര്യത്തെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് കഴിയുമെന്ന്. ഇവിടെ നിങ്ങൾക്കുണ്ടായ വേദനാജനകമായ ഇരുണ്ട അധ്യായത്തിന് ശേഷം പതിയെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വേദന നീണ്ടു നിൽക്കില്ലെന്നും സന്തോഷവും സമാധാനവും വ്യക്തതയുമൊക്കെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിക്കുമെന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും ഒരു വ്യക്തി മൂലം വന്നു ചേർന്ന ആഴത്തിലുള്ള മാനസിക വേദനയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രകാശം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ട് നൽകാനും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനായിട്ടുമൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.